ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു പൊട്ടറ്റ പപ്പടം കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കണം. ഇന്നിപ്പോൾ തോരനും വറക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു കറി ഉണ്ടാക്കണതാണ്. കറിയായിട്ടല്ല, തോരനായിട്ട് വറുത്തിട്ട് ചെയ്യണം. പൊട്ടറ്റയിൽ ഞാൻ ഇതുപോലെ അരിഞ്ഞേക്കണതാണ് കേട്ടോ. പച്ചക്ക് അരിഞ്ഞേക്കണതാണ്. അതിനകത്തൊരു പൊട്ട് ഉപ്പ് തിരുമിയുണ്ട്. അപ്പോൾ അതിനകത്തൊരു വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട്. ഞാനത് ഒന്ന് വെള്ളം വലിയാൻ ആദ്യം ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തിളയ്ക്കും. ചെറുതായിട്ട് പിന്നെ ഇതായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. അധികം വെള്ളം വലിയാൻ നിന്ന് കഴിഞ്ഞാൽ കുഴയും. ഞാനതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഒരു സിമ്പിൾ കറി. പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കോരാൻ പോവാം. പൊട്ടറ്റോ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പപ്പടം ഇതുപോലെ അരിഞ്ഞേക്കണതാണ്. അത് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇടണം. ഇത് വറുത്ത് കോരി എടുക്കുക. ചെറിയ പീസായിട്ട് കത്രികയും കൊണ്ട് അരിഞ്ഞെടുത്തതാണ്. പൊട്ടറ്റ കൂട്ടാണ്ട് പപ്പടം തന്നെ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് പൊട്ടറ്റയും കൂടി കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും നല്ല ഇതാണ് കേട്ടോ, നല്ല കറിയാണ്. ചോറിന് വേറെ കറിയില്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ നല്ലതാണ്. പപ്പടം ഞാൻ ഇതുപോലെ ഇതിക്ക് മുമ്പേ ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റയും കൂടി കൂട്ടുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പപ്പടം കരിഞ്ഞു പോകും. പപ്പടത്തിൻ്റെ സൗണ്ട് കേട്ടോ. പപ്പടം ആവാറായിട്ടുണ്ട്. പപ്പടം ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറാവുമ്പോഴാണ് ശരിക്ക് പപ്പടത്തിൻ്റെ വേവ് ആവണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ് കേട്ടോ. പപ്പടം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാനിത് മിക്സാക്കാനായിട്ട് ഒരു സവോള, ഈ പപ്പടവും മുട്ടറ്റവും വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇടുന്നത്. ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞാണ്. ഒരു 3-4 വെളുത്തുള്ളി, 4-5 എണ്ണം ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് മിക്സ് ചെയ്യാണ്. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക.
ഒന്ന് സവോള ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സവോളയിലേക്ക് ഇത് ഇത്രയും വേപ്പില്ല, ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തേക്കണതാണ് കേട്ടോ. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറാകുമ്പോൾ ഇളക്കി കൊടുക്കാം. ഒന്നങ്ങോട്ട് മൊരിയട്ടെ. സവോള മൊരിഞ്ഞുകൊണ്ടിരിക്കണു. അധികം അങ്ങനെ മൊരിയണ്ട, ആവശ്യത്തിനുള്ള ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ ഇന്നത്തേക്ക് കുറച്ച് പൊടികൾ, കുറച്ചധികം, വേറെ പൊടികളൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ വീട്ടിൽ ഇവിടെ പൊടിച്ച മുളക് പൊടിച്ചതാണ് കേട്ടോ. അത് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് പൊടിഞ്ഞു പോയി. അതാണ് ഞാൻ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊരു ടേബിൾ സ്പൂണുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മറந்து വരും. ഒന്നങ്ങോട്ട് മരുന്നോട്ടെ. അധികം കരിയേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഞാൻ വറുത്ത് വെച്ചേക്കണ പൊട്ടറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇളക്കി കൊടുക്കാവുന്ന കയ്യോടെ തന്നെ പപ്പടവും ഇടണം. രണ്ടും കൂടി അങ്ങോട്ട് പിച്ചാക്കാം. പപ്പടം എൻ്റെ ലഞ്ചിനുള്ള പൊട്ടറ്റോ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിങ് ആക്കിയതാണ്. സവോളയും വെളുത്തുള്ളിയും ഒക്കെ അതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ മറ്റുള്ളവർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.